വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് കാത്തു നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം. നീ അവ ജനത്തെ പഠിപ്പിക്കണം. മോശ മലയിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം സീനായി മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മോശ മേഘത്തിൻ്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി. 40 രാവും 40 പകലും അവൻ മലമുകളിലായിരുന്നു. കർത്താവ് മോശയോട് ഒരു സാക്ഷ്യപേടകം നിർമ്മിക്കേണ്ടത് എങ്ങനെയെന്ന് വിവരിച്ചു കൊടുത്തു. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കണം. പുറപ്പാട് 25-ാം അധ്യായം 16-ാം തിരുവചനം. തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശയും വിളക്കുകാലും സാക്ഷ്യകൂടാരവും ബലിപീഠവും കൂടാരാങ്കണവും ഉണ്ടാക്കേണ്ടതിൻ്റെ വിശദമായ വിവരണങ്ങളും കർത്താവ് മോശയോട് അരുളി ചെയ്തു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, പുരോഹിതന്മാരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിന്റെ സഹോദരനായ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരായ നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ എന്നിവരെയും ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിന്നും നിന്റെ അടുക്കിലേക്ക് വിളിക്കുക. പുറപ്പാട് 28-ാം അധ്യായം 1-ാം തിരുവചനം. അഹ്റോനെ തൻ്റെ പുരോഹിതനായി അവരോധിക്കാൻ വേണ്ടിയുള്ള സ്ഥാന വസ്ത്രങ്ങൾ നിർമ്മിക്കേണ്ടത് എങ്ങനെയെന്നും മോശയോട് വിവരിച്ചു കൊടുത്തു. അഹ്റോൻ കർത്താവിന് ശുശ്രൂഷ ചെയ്യേണ്ടതിനുള്ള അഭിഷേക ക്രമവും വളരെ വിശദമായി കർത്താവ് അരുളി ചെയ്തു. ബലിപീഠത്തിലുള്ള രക്തത്തിൽ നിന്നും അഭിഷേക തൈലത്തിൽ നിന്നും കുറച്ചെടുത്ത് അഹ്റോന്റെ മേലും അവൻ്റെ വസ്ത്രത്തിന്മേലും അവൻ്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തെളിക്കണം. അങ്ങനെ അവനും പുത്രന്മാരും അവരുടെ വസ്ത്രങ്ങളും ശുദ്ധീകരിക്കപ്പെടും. പുറപ്പാട് 29-ാം അധ്യായം 21-ാം തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.